തസ്മൈ ഗുരുജി ശ്രീനാരായണ ഗുരുദേവന്റെ പുനർജന്മമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനും മോക്ഷം ലഭിച്ചിട്ടില്ലേ? മഹാസമാധിയിലിരിക്കുന്ന ഒരു ഗുരുക്കന്മാർക്കും പുനർജന്മമില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ പുനർജന്മമാണ് തസ്മൈ ഗുരുജിയെങ്കിൽ അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചിട്ടില്ല എന്നാണല്ലോ അർത്ഥം. അതെ എന്ന് ചോദിച്ചു. ആ ചോദ്യം മറുചോദ്യമാക്കി ചോദിക്കാൻ വെച്ചോണ്ടാണ് ഞാൻ വളരെ ക്രൂക്കഡായ ഒരു ചോദ്യം ആദ്യമേ ഇട്ടത്. പക്ഷേ ഗുരുദേവൻ എന്റെ ഉള്ളിലിരുന്ന് പറയിപ്പിച്ച ഉത്തരം SMS മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അങ്ങനെയല്ല. SMS മെഡിറ്റേഷൻ ചെയ്യുന്നവരുടെ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി പറഞ്ഞു ഡേറ്റിംഗ് ആപ്സിനെ പറ്റിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഡിഫറെന്റ് കമ്പനികളുടെ പരസ്യങ്ങളും സാധനങ്ങളും ഒക്കെയാണ്. പുരാണങ്ങളിലും ഡേറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞേച്ചാൽ മതി. പുരാണങ്ങളിലൊന്നും ഇല്ല. കൃഷ്ണനും രാധയും തമ്മിൽ ഡേറ്റിംഗിലായിരുന്നു. അത് ലിവിംഗ് ടുഗദർ നടത്തി നോക്കി സെറ്റായില്ല, ഒരു വിവാഹം കഴിച്ചില്ല. അത് ചുമ്മാ നമ്മള് എന്താ പറയുക, എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പുരാണത്തിന് എടുത്തു വെക്കണ്ട. അത് വേണ്ട. അത് കാലാനുസൃതമായ മാറ്റങ്ങൾ ഇന്ന് ക്ലാസ്സിൽ ഉണ്ടായ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ഏറ്റവും ബഹുമാനായ തസ്മൈ ഗുരുജിയാണ്. ഗുരുജി നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. ഗുരുജി, ഒരുപാട് നാളിന് ശേഷമാണ്, എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ അവേ സ്ത്രീക്ക് ശേഷം ഇന്നാണ് നമ്മൾ വീണ്ടും നേരിട്ട് കാണുന്നത്. ഒരുപാട് നാളിന് ശേഷമാണ് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത്. എന്ത് ചോദിക്കണം, എവിടെ ചോദിക്കണം, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. എങ്കിലും ഞാൻ കഴിഞ്ഞ മാസങ്ങളിൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായി ഒരു ഗസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ചെന്നപ്പോൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ കാഷ്വൽ സംഭാഷണത്തിനിടെ അദ്ദേഹം പറഞ്ഞു, തസ്മൈ ഗുരുജി ശ്രീനാരായണ ഗുരുദേവൻ്റെ പുനർജന്മമാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കേൾക്കാൻ നല്ല രസമുണ്ട്, സന്തോഷമുണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ. പക്ഷെ അല്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുദേവന് പുനർജന്മമില്ല. സമാധിയിലിരിക്കുന്ന ഒരു ഗുരുവിനും പുനർജന്മമില്ല. പുനർജന്മം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ സമാധിയിലിരിക്കില്ല. സമാധി ആയാലും അവരുടെ ശരീരം ദഹിപ്പിച്ച് കളയും. അങ്ങ് എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ആണ് എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു മറുചോദ്യം കൂടി ഞാൻ കരുതി വെച്ചിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ആ മറുചോദ്യം ചോദിക്കാൻ എന്നെ അനുവദിക്കാത്ത സ്ഥിതിക്ക് ഞാനങ്ങ് ചോദിക്കാം. ഞാനിത് മറ്റൊരാളോട് പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയുന്ന ഒരാൾ എന്നോട് ചോദിച്ചു. പറഞ്ഞു കേട്ടറിവ് ഞാൻ പലരും വിചാരിക്കുന്നത്, ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഗുരുജിയുടേതല്ലേ അബാക് മീഡിയ എന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു അതെ, അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും അങ്ങനെ ചോദിച്ച ഒരാളെടുത്ത് ഞാൻ പറഞ്ഞു, എന്നോട് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും വലിയ ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ പുനർജന്മമാണെന്ന് ചിലർ പറയുന്നുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എടുത്ത വേല അദ്ദേഹം ചോദിച്ചത്, അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനും മോക്ഷം ലഭിച്ചിട്ടില്ലേ? ശ്രീനാരായണ ഗുരുദേവന്റെ പുനർജന്മമാണ് തസ്മൈ ഗുരുജിയെങ്കിൽ അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചിട്ടില്ല എന്നാണല്ലോ അർത്ഥം. എന്ന് ചോദിച്ചു. ആ ചോദ്യം മറുചോദ്യമാക്കി ചോദിക്കാൻ വെച്ചോണ്ടാണ് ഞാൻ വളരെ ക്രൂക്കഡായ ഒരു ചോദ്യം ആദ്യമേ ഇട്ടത്. പക്ഷേ ഗുരുജി ഗുരുദേവൻ എൻ്റെ ഉള്ളിലിരുന്ന് പറയിപ്പിച്ച ഉത്തരം ക്രൂക്കഡായിട്ട് വരാനുള്ള ചോദ്യത്തിന് പോലും ഉത്തരം പറയിപ്പിച്ചില്ലേ. ഞാനൊരു എല്ലാവരും അറിയാൻ വേണ്ടി പറയാം. ഒരു സമാധിയായ ഗുരുവിന് അല്ലെങ്കിൽ സമാധിയിൽ ഇരിക്കുന്ന ഗുരുവിന് ഇതേപോലെ ജീവസമാധിയിൽ ആയിട്ട് മഹാസമാധിയിലിരിക്കുന്ന ഒരു ഗുരുക്കന്മാർക്കും പുനർജന്മമില്ല. കാരണം അവർക്ക് നല്ല ബോധ്യമുണ്ട് അവരെന്തിനായിരിക്കണേന്ന്. സപ്പോസ് സമാധിയായിട്ട് പഞ്ചഭൂതമാക്കി ദഹിപ്പിച്ച് കളഞ്ഞു എന്നിരിക്കട്ടെ നമ്മുടെ സംസ്കാരപ്രകാരം, അവർക്ക് നമുക്ക് പിന്നെയും വിചാരിക്കാം പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്ന്. നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ശരീരം പ്രിസർവ് ചെയ്ത് വയ്ക്കുന്ന ഒരു ഗുരുക്കന്മാർക്കും സമാധിയേ ഇല്ല. കാരണം അവർക്ക് അത്രമേൽ പ്രപഞ്ചത്തോട് ഇഷ്ടവും എല്ലാ സമൂഹത്തിനോട് താല്പര്യവും ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ സമാധിയായിട്ടിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അത് നമ്മൾ ഇവിടെ ഒരാളിപ്പോൾ എന്നോട് രോഹിത് പറയാണ് 2 മണിക്കൂർ കൂടി ഇരിക്കട്ടോ ഗുരുജി എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ എനിക്കിരിക്കാൻ പറ്റും, ധ്യാനം അറിയാവുന്നുണ്ട്. അല്ലാത്തൊരാൾക്ക് ഇറിറ്റേഷൻ വരൂലേ? അപ്പോൾ ജീവിതത്തിൽ സമ്പാദിച്ച ആ അറിവിൻ്റെ ഫലമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട്, ഏകദേശം 100 വർഷം ആവാറായി, അതിനോട് അടുക്കാറായി, ഇത്രയും കാലമായിട്ട് സമാധിയിൽ ശരീരം വെച്ച് അങ്ങനെ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് അനുഭവിക്കുന്ന എനിക്കത് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ആലോചിക്കുമ്പോഴേ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ചെറിയ കാര്യമല്ല അത്. അത്രമേൽ പ്രപഞ്ചത്തോട് എന്താ പറയുക, ആ ഒരു സമർപ്പണവും ലോക ജനതയോട് അത്ര താല്പര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അറിവിൻ്റെ ആ ശരീരത്തെ അങ്ങനെ തന്നെ സമാധിയിലാക്കി വച്ചിരിക്കുന്നത്. ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വങ്ങളെ, ആശയങ്ങളെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് അങ്ങയുടെ ഫോളോവേഴ്സിന് പകർന്നു കൊടുത്തുകൊണ്ട്, യഥാർത്ഥത്തിൽ പകർന്നു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. എന്തുകൊണ്ടാണ് പിന്നെ താങ്കളുടെ ആശ്രമവും പ്രവർത്തന മേഖലയും ഒക്കെ കർണാടകയിലേക്ക്, ബംഗളൂരുവിലേക്ക് മാറ്റിയിരിക്കുന്നത്? കേരളം അത്രയ്ക്ക് മോശപ്പെട്ടൊരു സ്ഥലമാണോ? അങ്ങനെയല്ല. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൈസയ്ക്ക് ഭയങ്കര താല്പര്യം വന്നിട്ട് എന്ത് ചെയ്തും പൈസ ഉണ്ടാക്കണം എന്നൊരു താല്പര്യമുള്ളൂ. ആ മനോഭാവം മാറണമെന്നുണ്ടെങ്കിൽ
മുകളിൽ നിന്ന് മാറ്റങ്ങൾ വരണം. ഇപ്പോൾ രാജാവ് എങ്ങനെയാണോ അങ്ങനെയാണ് പ്രജകൾ. രാജാവിൽ മാറ്റങ്ങൾ വരുമ്പോൾ പ്രജകളിലും മാറ്റം വരും. നമ്മുടെ കേരളത്തിൽ നിന്നാണ് മാറ്റം വരേണ്ടത്. കേരളത്തിൽ മാറ്റം വന്നാൽ ലോകം മുഴുവൻ അത് പടരും. കാരണം കേരളത്തിലെ ജനങ്ങളില്ലാത്ത രാജ്യമില്ല. കേരളത്തിലെ ജനങ്ങൾ എവിടെയെങ്കിലും ഒരു വിത്ത് വെച്ച് മതി. അത്രമേൽ പ്രാധാന്യമുണ്ട് കേരളത്തിന്. കേരളത്തിൻ്റെ അറിവും കേരളത്തിൻ്റെ സംസ്കാരവും കേരളത്തിൻ്റെ പൈതൃകവും, പൈതൃകം എന്ന് വെച്ചാൽ ഭാരത സംസ്കാരം തന്നെയാണ്, ഭാരതീയ പൈതൃകം തന്നെയാണ്. പക്ഷെ അതെല്ലാം ഇന്ന് പോയി. ഇന്ന് നമുക്ക് വളരെ ദയനീയത തോന്നുന്നത് ഇങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ മൃഗങ്ങളെ ഇങ്ങനെ വലിച്ചു പൊളിച്ചിട്ടേക്കണം കാണുമ്പോൾ ഭയങ്കര ദുഃഖം തോന്നും. ഇത് നമ്മളുടെ മക്കളോ നമ്മുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ളവരോ എങ്ങനെ കൊല്ലുന്നതിന് കർണാടകയിലില്ലേ? ഇത്രയില്ല, എങ്കിലും ഇല്ലേ? ഉണ്ട്. നമ്മൾ അങ്ങനെ ശ്രദ്ധയപ്പെടുന്ന രീതിയിൽ ഇത്രയും മോശമായിട്ട് നമ്മൾ കാണണം എന്ന് ഓർത്ത് നടക്കണം. എല്ലാ ഏരിയയിലൊന്നും ഇല്ല. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ജീവിക്കുന്ന ഏരിയയിലൊക്കെ കൂടുതലുള്ളൂ. ഇപ്പോഴും ഈ ധർമ്മത്തിന് പ്രാധാന്യമുണ്ട്. അങ്ങോട്ട് നോർത്തിലേക്ക് പോകും തോറും നമുക്കിത് കാഴ്ച കുറവാണ്. ഇപ്പോൾ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ നോർത്തിലേക്ക് വീണ്ടും പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ കേരളത്തിൽ ഇന്ത്യയിൽ മിക്കവാറും ഭാഗം യാത്ര ചെയ്യണതാണ്. ആന്ധ്രയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് എത്രമാത്രം മൃഗങ്ങളെ ഇങ്ങോട്ട് കയറ്റി അയക്കണമെന്നറിയും. ഞാൻ ഒരിക്കലും ഇവിടുന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയിക്കാനൊന്നും പോയതല്ല. തൽക്കാലം എന്നെ പ്രപഞ്ചം അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയേക്കുന്നത്. അതെന്താണെന്നുള്ളത് ഗുരുവിനറിയാം. എൻ്റെ ഗുരു എന്ത് പറയുന്നു ഞാൻ അതുപോലെ ചെയ്യുന്നു. എനിക്ക് എൻ്റേതായ തീരുമാനങ്ങളൊന്നുമില്ല. എന്നോട് നാട്ടിൽ ഞാൻ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രസ്ഥാനം നാട്ടിൽ തുടങ്ങിയത്. പഠനം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു, രജിസ്ട്രേഷൻ ചെയ്തു, എല്ലാം തുടങ്ങിയതാണ്. ഇപ്പോഴാണ് കൊറോണ വന്നത്. അപ്പോൾ ഗുരു തന്നെയാണ് ധ്യാനത്തിലിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു എനിക്കുള്ളത് നിനക്കും നിനക്കുള്ളത് എനിക്കുന്നു. ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. പിന്നീട് എനിക്ക് മനസ്സിലായി ഗുരുവിൻ്റെ കയ്യിലുള്ള അറിവ് എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ സമർപ്പിക്കണം. എൻ്റെ സമർപ്പണമാണ് ഗുരു ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ബിസിനസ്സിലും അതേപോലെ എൻ്റെ ഭൗതിക വസ്തുക്കളിലും കെട്ടിപ്പിടിച്ചിരുന്നാൽ എന്ത് ചെയ്യും? അപ്പം ഞാനൊരു പെട്ടെന്നൊരു തീരുമാനം എടുക്കുക, എല്ലാം ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ വീട്ടിലും കുടുംബത്തിലും കുടുംബത്തിലും എല്ലാവരും അടുത്തും ഡിക്ലെയർ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയത്. അല്ലാതെ ഇവിടുന്ന് പോകണം. ഇവിടെ നിൽക്കും തോറും നമുക്ക് ഹോട്ടൽ വരും ഇല്ലേ? നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം, അതുപോലെയുള്ള ആളുകൾ, ഇവരൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കും. എന്തെങ്കിലും നടക്കണം, എന്തെങ്കിലും ബിസിനസ് ചെയ്യേണ്ടത്, ഇതൊക്കെ ചോദിക്കാനുള്ള ആളുകൾ. ആർക്കും ആത്മീയതയിൽ എന്താ നന്നായിട്ട് പോകണ്ടേന്നോ കുറച്ചുകൂടി ഉയരണ്ടേ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന് പറയാൻ ഒരാളുമില്ല. ആരും അറിയാത്തൊരു സ്ഥലത്തേക്ക് ചെന്നപ്പോൾ എന്നെ ആരും അറിയില്ല. ഇപ്പോഴും ഞാൻ താമസിക്കുന്ന ഏരിയ ചെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരാളവിടെ താമസിക്കണമെന്ന് ആർക്കും അറിയില്ല. ഒരു ബോർഡ് പോലും ഞാൻ വച്ചിട്ടില്ല. എനിക്ക് വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കാവുന്ന, എനിക്കിഷ്ടപ്പെട്ട ഒരു പാറയുടെ ഭാഗം നോക്കിയിട്ട് അതിനോട് ചേർന്നിട്ട് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് എൻ്റെ ആശ്രമം. പക്ഷേ എൻ്റെ മെഡിറ്റേഷൻ ചെയ്യുന്നവർ, എന്നെ അന്വേഷിച്ച് വരുന്നവർ അവിടെ വരണ്ട്. അല്ലാതെ വലിയൊരു ആശ്രമം ഉണ്ടാക്കി ആഡംബരം കാണിക്കാനോ ഒന്നുമല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധ ഭഗവാൻ പോയ പോലെയൊക്കെ പോകണം എന്നുള്ളതാണ്. കാരണം എൻ്റെ പേരിൽ എനിക്കൊന്നും വേണമെന്നൊരാഗ്രഹമില്ല. ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ധർമ്മം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഈ ആത്മീയ തട്ടിപ്പുകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അറ്റവും മുറിയും പഠിച്ച് ഓൺലൈനിലൂടെ ദീക്ഷ കൊടുക്കുന്നു. ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, ചുരുക്കം ചിലരെ. അതിനും അപ്പുറത്തേക്ക് ചില സ്വാമിമാർ, ഗുരുക്കന്മാർ ഒക്കെ മനുഷ്യ ദൈവങ്ങളായി വീണ്ടും മാറുന്നു. വലിയ രീതിയിൽ ഭക്തർ അവരെ കാണാനെത്തുന്നു. അവരുടെ ചാരിറ്റി അക്കൗണ്ടുകളിലേക്ക്, ട്രസ്റ്റ് അക്കൗണ്ടുകളിലേക്ക് ലക്ഷങ്ങൾ പമ്പ് ചെയ്ത് കൊടുക്കും. ഇത് മറ്റ് രാജ്യത്തിന് പോലും ഭീഷണിയാവുന്ന പല പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അത്തരത്തിലൊക്കെയുള്ള സ്പിരിച്വൽ മേഖലയിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു നാട്ടിലിരുന്നിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ തസ്മൈ ഗുരുജിയും താങ്കളുടെ SMS മെഡിറ്റേഷൻ, തസ്മൈ ചാരിറ്റബിൾ ട്രസ്റ്റ് അടക്കമുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ താങ്കളുടെ നേതൃത്വത്തിലുണ്ട്. ഇതൊക്കെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? എനിക്ക് ഈ ഭാരതീയ സംസ്കാരത്തെ വീണ്ടും ലോകത്തെ പരിചയപ്പെടുത്തുക. കാരണം വേറെ ഒന്നുമില്ല, ആത്മീയത എന്ന് പറയുന്നത് സയൻസിനേക്കാൾ ഒത്തിരി മുകളിൽ നിൽക്കുന്നതാണ്. സയൻസ് ഏറ്റവും സ്മോൾ പാർട്ടിക്കിളിൽ ചെന്നിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ആത്മീയതയിൽ അതിനേക്കാൾ ഉള്ളിലേക്ക് പോയിട്ട് ബ്രഹ്മം മുഴുവൻ നമ്മളിലാണ്, ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളിലാണ് എന്നുള്ള സത്യം തിരിച്ചറിയാൻ പറ്റും. ശൂന്യതയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്, ശൂന്യതയിലാണ് എല്ലാം അവസാനിക്കുന്നത്. ഈ സത്യത്തെ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓരോ വിഷയങ്ങളെയും എടുത്ത് സയൻറ്റിഫിക്കലി അതിന് റിസർച്ച് ചെയ്ത്, അതായത് എനിക്കൊരു റിസർച്ച് ടീമുണ്ട്.
നമ്മൾ മെയിനായിട്ട് നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്ന റിസർച്ചാണ്. അത് എനിക്ക് വേണ്ടിയിട്ടല്ല. എന്ത് റിസർച്ചാണ്? സ്പിരിച്വൽ റിസർച്ച് തന്നെയാണ്. സ്പിരിച്വൽ, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തത് സ്ലീപ്പ് ആൻഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാണ്. എല്ലാ മനുഷ്യനുണ്ട് സ്ലീപ്പിംഗ് പ്രോബ്ലം ആൻഡ് സ്ട്രെസ്സ്, ടെൻഷൻ, കൺഫ്യൂഷൻ, ഈ പറയുന്ന ആങ്സൈറ്റി, ഇതൊക്കെ ഉണ്ട്. ഇത്തരം കുറേ ആളുകൾ വച്ചിട്ട് നമ്മൾ മെഡിറ്റേഷൻ വരുന്നവരിൽ തന്നെ ഒരു മോണിറ്ററിങ് സിസ്റ്റമാറ്റിക് പരീക്ഷണങ്ങൾ നടത്തും. ഡോക്ടർമാരുണ്ട് നമ്മുടെ കൂടെ. ഒഫീഷ്യലായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ഈ ഡോക്ടർമാരും ഗുരുജിയുടെ രീതികൾ ഫോളോ ചെയ്യുന്ന ഗുരുജിയുടെ ഫോളോവേഴ്സ് ആണ്. അല്ലാതെ അപ്പോൾ അവർക്ക് ഗുരുജിയിൽ നിന്ന് വിട്ട് വേറൊന്ന് എഴുതാനോ വേറൊന്ന് പറയാനോ പറ്റില്ലല്ലോ. അല്ലല്ല, ഗുരുജിയാണ് ശരി. ഒരിക്കലും അല്ല, അങ്ങനെയല്ല. ഇതിനൊരു ഇന്റർനാഷണൽ ഒരു അംഗീകരിക്കുന്ന ക്വസ്റ്റ്യനെയർ ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനെയർ അല്ല. ആ ക്വസ്റ്റ്യനെയർ വച്ചിട്ട് നമ്മളല്ല, ആ ഡോക്ടേഴ്സ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഈ ഡോക്ടേഴ്സിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഈ ഒരിക്കലുമില്ല ബയാസ്ഡ് ആവില്ല. ബയാസ്ഡ് ആവാനാണെങ്കിൽ പിന്നെ എന്തിനാണ് റിസർച്ച് ചെയ്യുന്നത്? എല്ലാം സത്യസന്ധമായിരിക്കണ്ടേ. 100% പെർഫെക്റ്റ് ആയിട്ടാണ്. അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് റിസർച്ച് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, ഫാക്കൽറ്റി ആയിട്ട് ഇടയ്ക്ക് നമ്മളുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും തരത്തിൽ ഇതിൽ മാനിപ്പുലേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. നമുക്ക് മാനിപ്പുലേഷൻ. എത്ര പേരുള്ള ഒരു ടീമാണ് ഒരു ഡോക്ടർമാരുടെ സംഘം? ഇത് 18 പേരുണ്ട്. ഒഫീഷ്യലി നമ്മുടെ കൂടെ 16 പേര്. ഇപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഗുരുജി, ഒരു ഡോക്ടറുടെയൊക്കെ ശമ്പളം ലക്ഷങ്ങളല്ലേ? ഈ 18 പേരെയൊക്കെ എങ്ങനെയാണ് അങ്ങനെ പോലെ എല്ലാം ഉപേക്ഷിച്ച് ആത്മീയപാതയിലേക്ക് പോയ ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ മെഡിറ്റേഷന് ഫീസ് മേടിക്കുന്നത്. ആ ഫീസ് മേടിക്കണില്ലെങ്കിൽ എനിക്ക് ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും ഒന്നും കൊടുക്കണ്ട. അതിനകത്ത് നല്ല ഫിനാൻഷ്യലി സെറ്റായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അവരൊന്നും പൈസയൊന്നും മേടിക്കുന്നില്ല. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ എനിക്ക് സാലറി ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അവരും എൻ്റെ അടുത്ത് എന്താ പറയുക, അങ്ങോട്ട് കൊടുത്താലും കുറച്ചൊക്കെ എനിക്ക് തിരിച്ചിങ്ങോട്ട് തരിക. എൻ്റെ അവസ്ഥ അവർക്കറിയാം. അപ്പോൾ ഇതൊരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ടാണ്, ഒരു ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. അവർ നമ്മുടെ കൂടെ നിൽക്കാനുള്ളതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. കാരണം അവരിലുണ്ടായ വലിയ വലിയ ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ടെൻഷനുകളും ഒക്കെ മാറി അവർ വളരെ പീസ്ഫുള്ളി നമ്മുടെ കൂടെ റിസർച്ച് ചെയ്യാൻ പറ്റുന്നു. നമ്മുടെ ലോകത്ത് ആരൊക്കെ, ഏതൊക്കെ ടൈപ്പ് ഓഫ് മനുഷ്യർ SMS മെഡിറ്റേഷൻ ചെയ്യണം, ഗുരുജിയുടെ ശിഷ്യനാവണം? എൻ്റെ ശിഷ്യനാവുക എന്നുള്ളതല്ല, മെഡിറ്റേഷൻ ഒരു ബേസിക് ടൂളാണ്. നമ്മൾ കാലത്തെ കുളിക്കും, ശരീരത്തിൻ്റെ ദുർഗന്ധം പോകാൻ, പല്ല് തേക്കും, വാ നന്നാവാൻ. നമ്മുടെ മനസ്സ് നന്നാവാൻ നമ്മൾ എന്താ ചെയ്യണേ? സന്തോഷത്തോടെ ജീവിക്കും. എങ്ങനെ എത്ര സന്തോഷത്തോടെ ജീവിച്ചാലും മനസ്സ് നന്നാവില്ല. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഇപ്പോൾ ഇത്രയും കാലമായിട്ട് രോഹിത് കാണുന്നുണ്ടല്ലോ, ഒരാളോട് ചോദിച്ചു നോക്ക്, അവരാരും ഈ കാണുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ അതിനെ അമ്മയെപ്പോലെ കണ്ടോളും, അല്ലെങ്കിൽ പെങ്ങളെ പോലെ കാണും, അല്ലെങ്കിൽ സഹോദരിയെ പോലെ കാണും. ഇങ്ങനെ നമ്മുടെ ഈ സമൂഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്ന പർദ്ദയിടേണ്ട ആവശ്യമില്ല. ഇത് SMS മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മാത്രമുള്ളൊരു ക്വാളിറ്റിയാണ്. എന്ത്? ഈ പറയുന്ന ഏതൊരു സ്ത്രീയെ കണ്ടാലും ഒന്നുകിൽ അമ്മയെപ്പോലെ, അല്ലെങ്കിൽ സഹോദരിയെ പോലെ, അല്ലെങ്കിൽ മകളെ പോലെ അവർ കാണുള്ളൂ. ഇതൊരു ചെറിയ കാര്യമാണ്. അപ്പോൾ ഭാര്യ കാണുമ്പോഴോ? ഭാര്യ ധർമ്മപത്നിയല്ലേ? അത് ധർമ്മപത്നിയാണ്. അതെ, ഞങ്ങൾക്ക് അങ്ങനെയാണ്. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ സമൂഹത്തിൻ്റെ കാര്യം. അല്ല, SMS മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അങ്ങനെയല്ല. SMS മെഡിറ്റേഷൻ ചെയ്യുന്നവരുടെ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി പറഞ്ഞാണ്. അല്ല, ഞാൻ അങ്ങനെ ഒരാളാണ്. എനിക്ക് വേറൊരു പെൺകുട്ടിയോടും അനാവശ്യമായ ഒരു വികാരം തോന്നാത്ത ഒരാളാണ്. വളരെ നല്ല കാര്യം. ആ കുട്ടി ഇപ്പോൾ ഇന്നലെ രാത്രി 4 മണിക്കാണ് ഞാൻ ആലുവയിലെ സ്റ്റുഡിയോയിൽ നിന്ന് കടവന്ത്രയിലേക്ക് യാത്ര ചെയ്തത്. അപ്പോൾ കല്ലൂരൊക്കെ പോകുമ്പോൾ കുറേ പെൺകുട്ടികൾ ഒറ്റയ്ക്കും ഗ്യാങ്ങായിട്ടൊക്കെ പോകും. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ എൻ്റെ പത്നിയുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയും, ഈ കുട്ടികളൊക്കെ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് ഇവിടെ ഇറങ്ങി നടക്കുന്നു. അവർക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടില്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷേ ആ മേഖല, ഞാൻ പോകുന്ന മേഖലയൊന്നും അത്ര സേഫായ മേഖലയല്ല. സ്വാഭാവികമായിട്ടും നമുക്കുള്ളിലുള്ളൊരു സഹോദരനോ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെയോ ഒക്കെ സ്നേഹം ഉയർന്നു വരും. എന്തിനാണ് ഈ കുട്ടി സമയത്ത് ഇവിടെ നിൽക്കുന്നത് എന്ന തോന്നലുണ്ടാകുന്നത് പോലും ആ ഒരു ചിന്തയിൽ നിന്നാണ്. അപ്പോൾ അത് SMS മെഡിറ്റേഷൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത് മെഡിറ്റേഷൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞതാണ്. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു സംസ്കാരം ഉണ്ടാകും. ഈ സംസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഇന്ന് പോയി. ഇന്നലെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിൽ മുഴുവൻ റേഡിയോ കേട്ടുകൊണ്ടിരുന്നു. അതിനകത്ത് ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് വേറെ റേഡിയോ ചാനലിലായിട്ട് ഇത് തന്നെ കേൾക്കണുള്ളൂ. ഈ ഡേറ്റിംഗ് ആപ്സിനെ പറ്റിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഡിഫറെൻറ്റ് കമ്പനികളുടെ പരസ്യങ്ങളും സാധനങ്ങളും ഒക്കെയാണ്. ഇതിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് സമൂഹത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശമാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പുരാണങ്ങളിലും ഡേറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞേച്ചാൽ മതി.
പുരാണങ്ങളിലൊന്നും ഇല്ല. യഥാർത്ഥ പുരാണങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനത്തെ കൃഷ്ണനും രാധയും തമ്മിൽ ഡേറ്റിംഗിലായിരുന്നു. ഏയ് അവർ ലിവിങ് ടുഗദർ നടത്തി നോക്കി, സെറ്റായില്ല, ഒരു വിവാഹം കഴിച്ചില്ല. അത് ചുമ്മാ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പുരാണത്തിന് എടുത്തു വെക്കണ്ട, അത് വേണ്ട. അത് കാലാനുസൃതമായ മാറ്റങ്ങൾ സമൂഹത്തിൽ ഇന്ന് ക്ലാസ്സിൽ ഉണ്ടായ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം.